ഹലോ, അപ്പോൾ നമ്മുടെ റെസിപ്പി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഗരം മസാല പൊടിച്ചത്, പിന്നെ ഉപ്പ്, നാരങ്ങ നീര്, ഇത്രയാണ് കേട്ടോ ആഡ് ചെയ്തത്. ഇതിനകത്ത് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ മിസ്സായി പോയതാണ്. ഇനി ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം ഒരു 10-20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് എടുത്ത് പൊരിക്കുന്ന സമയത്ത് ഇതിലേക്ക് കോൺഫ്ലവറിൻ്റെ പൗഡറാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തത്. ഏകദേശം ഒരു 3 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി ഒന്ന് ചൂടായ സമയത്ത് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരണം. ആ സമയത്ത് നമുക്ക് ചിക്കൻ ഓരോന്നോരോന്നായിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ ഓരോന്നോരോന്നായിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് മറു സൈഡ് കൂടി അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി രണ്ടാമത്തെ ബാച്ചും കൂടി ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസുമായിട്ട് കാണാം.